എല്ലാവരും ഒന്ന് നിശബ്ദരായാൽ അത് ഈ മഹാസമ്മേളനത്തിന് മാറ്റുകൂട്ടുമെന്ന് മാത്രമല്ല, ഇവിടെ വളരെ സാഗൂതം ശ്രദ്ധിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന സഹോദരങ്ങളുടെ മനസ്സുകൾക്ക് അത് കൂടുതൽ ശ്രദ്ധ നൽകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനൊരു പ്രസംഗം ചെയ്യാനൊന്നുമല്ല ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. വളരെ കുറഞ്ഞ വാക്കുകളിൽ ഈ കടലിലേക്ക് ഓരോ തുള്ളി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്ന കൗതുകമുള്ള ഏതൊരു കേരളീയന്റെയും മനസ്സോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇതൊരു പ്രവാഹമാണ്. നാളത്തെ ചരിത്രകാരൻ രേഖപ്പെടുത്താൻ പോകുന്ന പ്രവാഹമാണ്. വി ഡി സതീശൻ എന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇപ്പൊ എടപ്പാളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് വെറും വി ഡി സതീശനായിക്കൊണ്ട് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മാത്രമല്ല, വിജിഗീഷുവായ വി ഡി സതീശനായിക്കൊണ്ടാണ്. വിജയത്തിന്റെ വിജിഗീഷു, നാടിന്റെ മർമ്മമറിഞ്ഞ് ദുഃഖിക്കുന്ന വിഷമിക്കുന്ന സാധാരണക്കാരുടെ വേദനകൾ ഒപ്പിയെടുത്തുകൊണ്ടുള്ള ഒരു യാത്രയാണിത്. ഗാന്ധിജി നവഖാലിയിലെ ഗ്രാമത്തിലൂടെ ചരിത്രപ്രധാനമായൊരു യാത്ര നടത്തി. ഇന്ത്യയുടെ നിർമ്മിതിയിൽ വളരെ വലിയ പങ്കുവഹിച്ചൊരു യാത്രയാണത്. അപ്പോ ഗാന്ധിജിയുടെ കൂടെയുണ്ടായിരുന്ന ആളുകൾ ചോദിച്ചു, ബാപ്പു, ചെരുപ്പ് ധരിക്കാതല്ലേ ഇത്ര ദൂരം നടക്കുന്നത്, ഒരു പാദരക്ഷ ആയിക്കൂടെ എന്ന്. സഫറു, ഒന്ന് നിശബ്ദരായി പ്ലീസ്. ഈ ജാഥയുടെ ഒരു പ്രത്യേകത, ജനങ്ങൾ കൂടുന്നത് ജാഥ ക്യാപ്റ്റനെ കാണാൻ വേണ്ടി മാത്രമല്ല, കേൾക്കാനുമാണ്. വലിയ പ്രഭാഷണമാണ് ഓരോ സ്ഥലത്തും അദ്ദേഹം. ഞാൻ തിരൂരങ്ങാടി, തിരൂര് ഒക്കെ ജാഥയുടെ കൂടെ തന്നെ എന്ന പോലെ ഉണ്ടായിട്ടാണ് ഇവിടെ വന്നു നിൽക്കുന്നത്. അദ്ദേഹം കാര്യമായിട്ട് പുതുയുഗം എന്ന് പറയല്ല, പുതുയുഗത്തിൻ്റെ കേരളത്തിൻ്റെ മാപ്പ് വരച്ചു വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ദിശാബോധത്തോടെയാണ്, വളരെ കൃത്യമായ ദിശാബോധമാണ്. കേരളത്തിന് ഇന്ന് ആവശ്യം അതാണ്. കേരളം ആർക്കെങ്കിലും കുട്ടിച്ചോറാക്കാൻ വിട്ടുകൊടുക്കേണ്ട ഒരിടമല്ല. അത് മഹാന്മാർ പാടുപെട്ട് വളർത്തിയെടുത്ത ഇന്ത്യക്ക് മാതൃക കാട്ടിയ സംസ്ഥാനമാണ്. അപ്പൊ ഗാന്ധിജിയോട് ചെരുപ്പിട്ട് നടന്നൂടെ എന്ന് ചോദിച്ചപ്പോ ഗാന്ധിജി പറയുന്നുണ്ട്, എന്താ നിങ്ങൾ വിചാരിച്ചത്, നമ്മൾ വല്ല തീർത്ഥാടനത്തിന് പോവാണോ എന്നാണോ നിങ്ങളുടെ വിചാരം? നമ്മൾ മനുഷ്യരക്തം വീണ മണ്ണിലൂടെയാണ് നടക്കുന്നത്. മനുഷ്യരുടെ ആർത്തനാദങ്ങൾ മുഴങ്ങുന്ന അന്തരീക്ഷമാണിത്. അതായിരുന്നു ആ സ്വാതന്ത്ര്യ ലബ്ധിയുടെ അവസരത്തിലുള്ള വിഭജന ഘട്ടത്തിലെ എപ്പോഴും പേടിക്കേണ്ട വാക്കാണ് ധ്രുവീകരണം, വിഭജനം, സമുദായങ്ങൾക്കിടയിൽ, ജനങ്ങൾക്കിടയിൽ. അത് രാഷ്ട്രീയം കൊണ്ട് നടത്താൻ വരുന്നവരെ ഒറ്റപ്പെടുത്താനുള്ള ജാഥയാണ് ഈ പുതുയുഗം. കേരളത്തിന്റെ പുതുയുഗം സൗഹൃദത്തിന്റെ യുഗമാണ്, മനുഷ്യത്വത്തിന്റെ സൂര്യോദയമാണ്. ജനങ്ങൾക്ക് നന്മ വരുത്തുന്ന ഒരു കാലം ഇവിടെ ഉണ്ടാക്കിയേ പറ്റൂ. എന്തൊക്കെ വൈരവിദ്വേഷങ്ങളാണ് പച്ചക്ക് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് ഒന്നിച്ചു പറയണം. ഈ UDF വേദി നോക്കിയാലും സദസ്സ് നോക്കിയാലും ഒരു കാര്യം മനസ്സിലാവും. വേദിയിൽ നേതൃത്വം സമ്പന്നമാണ്, സദസ്സിൽ അണികൾ ജനക്കൂട്ടം സമ്പന്നമാണ്. നാളത്തെ കേരളത്തിന്റെ നിർമ്മിതിക്കുള്ള ശില്പികൾ, യുഗശില്പികൾ, അവരാണ് ഈ ജാഥയിൽ അണിചേർന്ന ഓരോ സാധാരണക്കാരനും. ഇത് വെറും രാഷ്ട്രീയം മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല, ഇത് UDF ജാഥയാണ്. ശരി, സമ്മതിച്ചു. ഇത് UDF ജനാധിപത്യ പ്രസ്ഥാനങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നതും നയിക്കുന്നത്. പക്ഷേ ഇത് കേരളത്തിന്റെ ജനകീയ യാത്രയാണ് ഈ നടക്കുന്നത്. കേരളീയരുടെ, അവരുടെ ആശകളാണ്, അവരുടെ അഭിലാഷങ്ങളാണ്. അതാണ് ഈ പോകുന്നിടത്ത് ഇത്ര വലിയ ജനക്കൂട്ടം. അത് നമ്മളും മനസ്സിലാക്കണം. ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയിൽ ഉൾക്കൊള്ളാത്തവരും ഇതിൽ വരുന്നുണ്ട്, ആയിരക്കണക്കിൽ വരുന്നുണ്ട്. അവരുടെ സ്വപ്നങ്ങൾ, കാമനകൾ, ദുഃഖങ്ങൾ, കഷ്ടപ്പാടുകൾ ഇറക്കി വെക്കാൻ അത്താണി തേടി നടക്കുന്ന മലയാളികൾക്ക് നാളത്തെ കേരളത്തിൽ അത്താണി പണിതു തരുമെന്ന് പ്രഖ്യാപിക്കുന്ന പരിപാടിയാണ് ഈ നടക്കുന്നത്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.
കേരളത്തിന് ഇന്ന് ആവശ്യം മൃദുലഭാവമാണ്. പാരുഷ്യം കണ്ട് മടുത്തിരിക്കുന്നു. കാഠിന്യം, പാരുഷ്യം, വാക്കിൽ, പ്രവൃത്തിയിൽ, ഭരണത്തിൽ, രാഷ്ട്രീയത്തിൽ കഠിനം കഠിനം. പണ്ട് കവി പറഞ്ഞ പോലെയാണ് ഇന്ന് ബഹുമാനപ്പെട്ട വി ഡി സതീശൻ പറയുന്നത്, കഠിൻ ഹെ രാഹ ഗുസർ തോടി ദൂർ സാത്ത് ചലോ. കഠിൻ ഹെ, ഇത് പറഞ്ഞാൽ തന്നെ ഒരു കഥയാവും. ഇത് ഉറുദുവാ, പക്ഷെ കഠിനം നമ്മൾ മലയാളത്തിൽ പറയുന്ന വാക്കാണ് ഉറുദുവിൽ കയറിയത്. കാരണം സംസ്കൃതത്തിൽ നിന്നാണ് ഉറുദുവിലേക്കും മലയാളത്തിലേക്കും ഈ വാക്ക് വന്നത്. അതാണ് ഇന്ത്യ, എല്ലാവരുടെയും നാടായ എല്ലാവരും കെട്ടിപ്പടുത്ത ഇന്ത്യ. കഠിൻ ഹെ രാഹ ഗുസർ, ഈ വഴി കടന്നു പോകുന്നത് കഠിനമാണ്. തോടി ദൂർ സാത്ത് ചലോ, കുറച്ച് കൂടെ നീയും എന്റെ കൂടെ നടക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കാസർകോട്ട് നിന്ന് പുറപ്പെട്ടു വന്നപ്പോ എങ്ങനെ ഒരു തുടങ്ങി വെച്ചത് ഇന്നൊരു വലിയ ജനകീയ ഘോഷയാത്രയായിട്ടാണ് ഇത് തിരുവനന്തപുരത്ത് പോയി സമാപിക്കാൻ പോകുന്നത്. കാരണം മനുഷ്യരുടെ ദുഃഖങ്ങളാണ്. അപ്പൊ ഇന്ന് സോഫ്റ്റായിട്ട് പറയൂ, സോഫ്റ്റായിട്ട് ഇടപെടൂ, മൃദുലമായിട്ട് വരൂ. ഞാൻ തിരൂരിൽ കണ്ടു, തിരൂരങ്ങാടിയിൽ കണ്ടു, ജാഥാ ക്യാപ്റ്റനെ എടപ്പാളിലും കണ്ടു. ചെറുപ്പക്കാര്, UDFന്റെ അണികള്, നാട്ടുകാര് തോളിലേറ്റി എന്ന് പറയണോ നെഞ്ചിലേറ്റി എന്ന് പറയണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ രണ്ടും ചേർത്ത് പറയുന്നു, തോളിലേറ്റി നെഞ്ചിലേറ്റി കൊണ്ടുവരുന്നവർ. അപ്പൊ അവർക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാവും ഈ രാഷ്ട്രീയ നേതാവിന്റെ ശരീരത്തിന് കനല്ല. ശരീരത്തിന് മാത്രല്ല, തലക്കും കനവില്ല. അതാണ് ഇന്ന് കേരളത്തിനും നാടിനും ആവശ്യമായിട്ടുള്ളത്. സോഫ്റ്റായിട്ട് ഇടപെടൂ, മൃദുലഭാവം. മധുത്തിഷ്ഠതി, പറയുന്ന വാക്കിലും പ്രവർത്തിക്കുന്ന ചെയ്തിയിലും തേൻ പുരട്ടു. മധുത്തിഷ്ഠതി, ഇത് പഠിപ്പിച്ച നാടാണ് ഭാരതം. ഈ രാജ്യം പരുക്കൻ ഭാവങ്ങൾക്ക് പറ്റിയ മണ്ണല്ല. അതുകൊണ്ട് കേരളം ഇന്ന് പാകപ്പെട്ട് നിൽക്കുകയാണ്. പുതുയുഗത്തിന്റെ പിറവിക്ക് വേണ്ടിയുള്ള കാഹളമാണ് ഈ ജാഥ. ഇത് അവസാനിക്കുമ്പോ ആ പുതുയുഗം പിറവിയെടുക്കും. പുതിയ രാഗവർണ്ണങ്ങൾ വരും, പുതിയ സൂര്യോദയം ഉണ്ടാവും. ഭൂമിയുടെ ഗർഭത്തിൽ നിന്ന് പുതിയ ഒരു സൂര്യൻ ഉദിച്ചു വരും. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിലപിക്കാൻ ആരുമുണ്ടാവുകയില്ല. പലതും നഷ്ടപ്പെട്ടുകൊണ്ടേ ഒരു ഉദയം ഉണ്ടാകൂ. നഷ്ടപ്പെടുന്നത് ഇരുട്ട് മാത്രമായിരിക്കും. ഒരു സൂര്യോദയത്തിൽ ഇരുട്ട് മാത്രമായിരിക്കും. അതാണ് പ്രിയപ്പെട്ടവരെ ഈ മഹത്തായ സംരംഭം. ഇതിൽ കണ്ണികളായെത്തിയ സകല സഹോദരങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട്, എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട്, ഈ ജാഥയുടെ സന്ദേശം അതാണ്. സ്നേഹമാണ്, വൈരത്തിനെതിരായ സ്നേഹമാണ്. ഓരോരുത്തർ ഓരോന്ന് വിളിച്ചു പറയുന്നുണ്ട് ഈ നാട്ടില്, ആളുകളെ തമ്മിൽ തെല്ലിപ്പിക്കാൻ. അപ്പോഴൊക്കെ വർഗീയതയുമായി എനിക്ക് കോംപ്രമൈസ് ഇല്ലെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് ഈ കടന്നു വന്നിട്ടുള്ളത്. ഗാന്ധിയുടെ വിളിക്കുത്തരം നൽകി നെഹ്റു പുനർജനിപ്പിച്ച് പുതിയ ഒരു ഇന്ത്യ, പുതിയ ഒരു കേരളം. നോക്കൂ, നിങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവിനെ മിണ്ടാൻ അനുവദിക്കാത്ത അങ്ങോട്ട് കൊണ്ടുപോവാണ്. വലിയ വലിയ ജനാധിപത്യവാദികളെ കണ്ട നാടാണിത്. വലിയൊരു പ്രധാനമന്ത്രി നെഹ്റു ഭരിച്ച ഇത്ര ഒരു ഡെമോക്രാറ്റ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പോലെ ധീരനായ ഇന്ത്യയുടെ നായകൻ. അത് അവിടെ നടക്കുമ്പോ ഇവിടെ വേറെ രീതിയിൽ ഈ കേരളക്കരയിൽ ഒരേ തൂവൽ പക്ഷികൾ. ഈ ഒരേ തൂവൽ പക്ഷികൾക്ക് പറക്കാനുള്ള ആകാശമല്ല ഈ നാട് എന്ന് തെളിയിക്കാൻ ഒറ്റക്കെട്ടായി നമുക്ക് നിൽക്കണം. എല്ലാ വൈരത്തിനുമെതിരെ കൈകൾ കോർത്തു പിടിക്കണം. ഈ ജാഥ അതിനു വേണ്ടിയാണ്. വൈരവിദ്വേഷങ്ങളുടെ തീ അണക്കാൻ വന്ന വി ഡി സതീശൻ എന്ന സ്നേഹദൂതന് സ്വാഗതമോദിക്കൊണ്ട് ഈ സ്നേഹഗാഥകൾ നാട് ഏറ്റുപാടുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, മഹാകവി പൂന്താനത്തിന്റെ 2 വരിയോടെ ഞാൻ അദ്ദേഹത്തിന് അത് സമർപ്പിച്ചുകൊണ്ട്, ഈ ജാഥക്ക് സമർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ മലപ്പുറത്ത് ജനിച്ച് ഇവിടെ ഇരുന്ന് എഴുതിയ പൂന്താനത്തിന്റെ കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും. മലപ്പുറം ചെറിയ നാടല്ല, ഇങ്ങനെയുള്ള വലിയ വലിയ ആളുകൾക്ക് ജന്മം നൽകിയ നാടാണ്. ഇപ്പോഴും മഹത്തുക്കളായ നല്ല മനുഷ്യർ പാർക്കുന്ന നാടാണ് ഈ മലനാട്, ഈ മലപ്പുറം. അവിടേക്ക് അദ്ദേഹം കടന്നു വന്നിട്ടുള്ളത് ആ ഏതൊരു സ്നേഹദൂതുമായിട്ടാണോ, ആ സ്നേഹദൂതിന് പേര് കേട്ട മണ്ണാണ് ഈ മലപ്പുറത്തിന്റെ മണ്ണ്, തുഞ്ചന്റെ മണ്ണ്. തുഞ്ചന്റെ മണ്ണ്, മോയിൻകുട്ടി വൈദ്യരുടെ, സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഒക്കെ മണ്ണ്. കൂടിയല്ല
പിറക്കുന്ന നേരത്തും കൂടിയെല്ലാം മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദ്യം. ഞാൻ ജാഥ ക്യാപ്റ്റനോട് പറയുന്നു, ഈ സ്നേഹ സന്ദേശം നാടിൻ്റെ ഹൃദയം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. കേരളം ഇന്ന് ആഗ്രഹിക്കുന്നത് കാലാവസ്ഥ ഭാഗമായി ഒക്കെ ശരിയായിരിക്കുന്നു. മിട്ടി സർഹൈസ് ഹേ, മണ്ണ് ഫലഭൂയിഷ്ടമാണ്, മഴ പെയ്യാൻ പോവാണ്. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെയ്യും, തിമർത്ത് പെയ്യും. തിമർത്ത് ഭൂരിപക്ഷത്തിന്റെ തിമർത്ത് പെയ്യലായി അത് പെയ്യും. എന്റെ പ്രിയ സഖി, ഒരു തുള്ളി ഒന്ന് പെയ്യുമോ? ഒരു തുള്ളിയല്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ നാടിന്റെ ഹൃദയവർഷം വലിയ ഭൂരിപക്ഷ വർഷമായി UDF-നെ അധികാരത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിജ്ഞ നിറവേറ്റാനുള്ള ഈ മഹത്തായ യജ്ഞത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കും.